ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് എന്ന വണ്ടി ജനറൽ സർവീസ് ആയിട്ടാണ് കയറ്റിയാണ്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. കമ്പനി ലൈനറാണ് നമ്മൾ കിടക്കുന്നത്, അത്യാവശ്യം ഉപയോഗിക്കാനും ഉണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ ഈ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് റീസെറ്റ് ചെയ്യാം. വീലിൻ്റെ ആക്സിൽ ബെയർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു. വേറെ പറയത്തക്ക വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറും ഈ പറഞ്ഞ രീതി അത്യാവശ്യം കട്ടയുള്ള മോഡലാണ് കിടക്കണം, കട്ടയുണ്ട് നിലവിൽ. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ്, വലിയ പഴക്കമായിട്ടില്ല. കമ്പനി ഫിൽറ്ററിനാണ്, ഹീറോൻ്റെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കുന്നത്. പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ് നമുക്കിതിന് വരാം. അപ്പോൾ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തായാലും നിലവിൽ വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല കേട്ടോ. പിന്നെ ബെൻഡെക്സ് യൂണിറ്റിൻ്റെ ആയാലും പെർഫോമൻസ് ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ്, വർക്കിംഗ് ആണ്. പിന്നെ ക്രാങ്ക് അലൈൻമെൻറ്റിൻ്റെ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. കാരണം അത് നമുക്കിതുമ്പോൾ നോക്കുമ്പോൾ ഈ സൈഡിൽ ചെറിയൊരു ഉരച്ചിൽ പോലെ കണ്ടു. അതിൻ്റെയാണ് ചെറിയൊരു വണ്ടി നിർത്തുന്ന സമയത്ത് ചെറിയൊരു ഉരച്ചിൽ പോലെ, ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ, ചെറിയൊരു ഉരച്ചിൽ തന്നെ കാണാം. അത് നമുക്ക് ഈ ക്രാങ്ക് അലൈൻമെൻറ്റിൻ്റെ ചെറിയൊരു വേരിയേഷൻ വന്നതിനാണ് അത് കേട്ടോ. അത് മാസ്ട്രോ എഡ്ജിന് ഡ്യൂയറ്റ് മോഡൽ വണ്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു കംപ്ലയിൻ്റ് ആണ്. അത് നോർമലാണ്, അതങ്ങനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, സ്കിപ്പ് ചെയ്ത് വിട്ടാൽ മതി. കാരണം കൂടുതലായിട്ട് എന്തെങ്കിലും പ്രശ്നം വരാണെങ്കിൽ മാത്രം നോക്കിയാൽ മതി. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന ഒരു യൂണിറ്റാണ്. ഇപ്പോൾ നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഈ റോളർ വെയ്റ്റിൻ്റെ ഭാഗത്ത് ചെറിയൊരു തേയ്മാനം ഉണ്ട്. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് സർവീസ് ചെയ്ത് പോകുന്ന വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് പ്രശ്നം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ സംഭവിക്കാമെന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ കോട്ടിങ് കട്ടായി പോകാമെന്നുള്ളതാണ്. ഇപ്പം നിലവിൽ അതിനുള്ള പ്രശ്നത്തിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ കറക്റ്റ് സർവീസ് ചെയ്യണ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ അടുത്ത സർവീസിലായാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ ചെക്ക് ചെയ്യും. കൂടുതൽ പ്രശ്നം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് ഈ റോളർ സെറ്റ് മാറ്റേണ്ടി വന്നേക്കും ഒരു പക്ഷേ കേട്ടോ. കാരണം അതിങ്ങനെ ഒരു സൈഡ് വെട്ടി കഴിഞ്ഞിട്ടുള്ള രീതിയിലാണ് തേയ്മാനം കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് ആയാലും വലിയ കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല, നിലവിൽ ഓക്കെയാണ്. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷനായാലും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബെൽറ്റ് നമുക്ക് നമ്മൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റ് തന്നെയാണ്, ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണേ. പൊട്ടുള്ള കാര്യങ്ങളൊന്നും, ചെറിയൊരു ചിന്നൽ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷനൊന്നും ആയിട്ടില്ല. ക്ലച്ച് വെയിറ്റ് സെറ്റ് അടങ്ങുന്ന യൂണിറ്റാണ് CVT ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ പെർഫോമൻസും ഓക്കെയാണ്, നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ച് ഔട്ടറൊക്കെ ആയാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ ഹെഡിൻ്റെ പോർഷനൊന്നും വേറെ പറയത്തക്ക ഓയിലേക്കോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സീറ്റിൻ്റെ ക്യാച്ചർ നമുക്ക് കംപ്ലയിൻറ്റ്. സീറ്റ് ക്യാച്ചറും ആ കേബിൾ നമുക്ക് മാറ്റിയിടണം. കാരണം അത് സീറ്റ് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല. ക്യാച്ചറും കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. ക്യാച്ചർ ആ സൈഡ് ഇങ്ങനെ ചതഞ്ഞ പോലെ നിൽക്കുന്നുണ്ട്. കേബിളും മാറ്റിയിടാം. അപ്പോൾ ക്യാച്ചർ എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റാണ്, അതും ആ കേബിളും മാറ്റി കഴിഞ്ഞാൽ സീറ്റിൻ്റെ ആ പ്രോബ്ലം സോൾവ് ആയിക്കോളും. പിന്നെ ഫ്രണ്ട് സൈഡായാലും നമുക്ക് ബ്രേക്കൊക്കെ ഒന്ന് അഴിച്ച് നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യും. കാരണം ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ച് നിർത്തിയേക്കാണ്, അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി ചെയ്യും കേട്ടോ. ബാറ്ററി നമുക്കിത് ഇരിക്കുമ്പോൾ നോക്കുന്നത് 2024 മോഡൽ പുതിയ ബാറ്ററി ഇരിക്കണം കേട്ടോ. വോൾട്ടൊക്കെ നമുക്ക് അത്യാവശ്യമുണ്ട്, 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ചെറിയൊരു വൈബ്രേഷൻ സൗണ്ട് ഉണ്ട് ഫ്രണ്ട് സൈഡിൽ നിന്ന്. അതിൽ നോർമലായിട്ട് വന്ന കേസാണ്, കംപ്ലയിൻ്റ് എന്ന് പറയാനൊന്നുമില്ല. ഫൈബർ ബോഡിയാണ്. ഓയിലിൻ്റെ കേസായാലും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ നല്ല ഓയിലാണ്. നമുക്ക് ഏകദേശം ഒരു 800-900 കിലോമീറ്ററോളം ഓടാനുണ്ട്. കിലോമീറ്റർ ബേസിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 900 കിലോമീറ്ററോളൊക്കെ നമുക്ക് ഓടിക്കാം, കുഴപ്പമില്ല. അതിനുള്ള കിലോമീറ്ററാണ് ഇപ്പോൾ ഓടിയിട്ടുള്ളൂ. സ്പാർക്ക് പ്ലഗും പുതിയ പ്ലഗ് അടക്കം നമ്മൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടി മാറ്റിയിട്ടായിരുന്നതാണ്. നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കറക്റ്റാണ്. ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്താൽ മതി. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ആ സീറ്റിൻ്റെ ക്യാച്ചറും ആ കേബിളും മാറ്റാം, ജനറലായിട്ട് സർവീസ് ചെയ്യാം, അതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിൻ്റെ റൈറ്റ് സൈഡ് മിറർ പൊട്ടിയിരിക്കുന്നുണ്ട് ഈ സൈഡിൽ. അത് മാറ്റുന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് അത് കൂട്ടി കൂട്ടത്തേക്കൂടെ മാറ്റി വിടണമായിരിക്കും ബെറ്റർ കേട്ടോ. ചോക്ക് കേബിളായാലും ഐസോലെക്ട്രിക്കുകളായാലും ഐസോലെക്ട്രിക്കുകളായാലും വലിയ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നിലവിൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. അതേപോലെ തന്നെ നമ്മുടെ സർവീസിൻ്റെ ആയാലും പാർട്സുകളുടെ ആയാലൊക്കെ ഏകദേശം നമുക്കൊരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ അറിയാനും പാർട്സുകളുടെ റേറ്റ് അറിയാനും സർവീസിൻ്റെ ചാർജ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ വാട്സാപ്പിനകത്തൊരു കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്കും കൂടി ഞാൻ അതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അതിനകത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർവീസ് സംബന്ധമായിട്ട് തന്നെ വർക്കുകളുടെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ അറിയാൻ പറ്റും. സർവീസ് കിറ്റുകളുടെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. സ്പെഷ്യലായിട്ടുള്ള സർവീസുകളെ കുറിച്ച് അറിയാൻ പറ്റും. അതിലൊരു പാർട്സുകളുടെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. അപ്പോൾ അതൊക്കെ ഡിസ്ക്രിപ്ഷനിലും ഇട്ടേക്കാം, കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഏകദേശം എൻ്റെ ഒരു വർക്കിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റും. ഓക്കെ.